ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. വെറും ഒരു 10 മിനിറ്റ് മതി കേട്ടോ. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാട്ടോ. നമുക്ക് മധുരമൊക്കെ കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ എടുത്ത ബ്രെഡ് കുറച്ച് ചെറുതാണ്. അപ്പോൾ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ സൈഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലത്തുള്ള ക്യൂബായിട്ടുള്ള ചീസില്ലേ അതാട്ടോ എടുത്തത്. അല്ലെങ്കിൽ ക്രീം ചീസിൻ്റെ സ്പ്രെഡ് ഉണ്ടാവില്ലേ, അതെടുത്താലും മതി. ഇനിയിപ്പോൾ അത് ഓരോന്ന് ഇതിലേക്ക് വെച്ചിട്ട് നല്ല പോലെ എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് കൈമലുണ്ടെങ്കിൽ അതാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ബ്രെഡില്ലേ അത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നായി. അപ്പം ഞാനിപ്പോൾ ഒരു 4 എണ്ണമാണ് ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നത്. നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഒട്ടി നിന്നോളും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഡെസേർട്ടാണ്. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത്രയും സിമ്പിളാണ്. ഇനിയിപ്പോൾ ഞാൻ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് പൊടിച്ചെടുത്താലും മതി. മിക്സർ ജാറിലിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോട്ടോ. വേറൊരു ബൗളിൽ കുറച്ച് മൈദയും ഒരു മുട്ടയും കൂടി നല്ല ലൂസായിട്ട് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഈ മൈദൻ്റെ മിക്സിൽ അതിലൊന്ന് ബ്രെഡ് മുക്കിയെടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലെക്സ് ഇല്ലേ അതിലേക്ക് ഒന്ന് നല്ല പോലെ ഇത് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഞാനിപ്പോൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ഇട്ടിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്തായാലും ബട്ടർ ആയാലും ഓയിലായാലും കുറച്ച് മതി. എന്നിട്ട് 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് മൊരിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കളറായപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഓക്കെ, ബൈ.